ഹായ് ഹായ് പറ ഹായ് പറ ഹായ് പറ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചക്കീസ് വ്ളോഗ്. നമുക്കിന്നൊരു ഷോപ്പിംഗ് വ്ളോഗ് ആയാലോ? ഞായറാഴ്ച ആയതുകൊണ്ട് വിശ്വട്ടൻ വീട്ടിൽ കാണും. പിന്നെ വിശ്വട്ടനെ വിളിച്ചുകൊണ്ട് സാധാരണ ബീച്ചിലാണ് പോക്ക്. ഇന്ന് അതൊന്നും വേണ്ട, കുഞ്ഞിപ്പെണ്ണിന് പനിയാണെന്നും പറഞ്ഞ് നേരെ സ്മാർട്ടിലോട്ട് വിട്ടു. ഞാനും കല്യാണിയും കുഞ്ഞിപ്പെണ്ണും വിഷ്ണുചേട്ടനും കൂടെ ഇന്നത്തെ ഷോപ്പിംഗ് നടത്തുന്നത്. 5 മിനിറ്റ് കൊണ്ട് വീട്ടിൽ നിന്നും റെഡിയായി ഇറങ്ങണമെന്ന് വിശ്വട്ടൻ പറഞ്ഞപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് റെഡിയാവാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ നിന്ന വേഷത്തിൽ തന്നെ കാറിൽ കയറി പോന്നു ഗൈസ്. ചെന്നപാടെ കൊട്ടയിൽ എന്തെങ്കിലും ഇടണമല്ലോ എന്നോർത്ത് ആദ്യം തന്നെ 2 ലേസ് എടുത്ത് കൊട്ടയിലിട്ടു. ഞങ്ങൾ ലേസ് എടുക്കുകയാണ് ഗൈസ്. രണ്ടാമത് ഞങ്ങൾ വെളിച്ചെണ്ണ എടുക്കാനാണ് തീരുമാനിച്ചത്. വെളിച്ചെണ്ണ എടുത്ത് താഴെ ഇട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ അതിൻ്റെ പുറത്ത് വീണ് വെളിച്ചെണ്ണക്കറ് പൊട്ടിപ്പോയാലോ എന്ന് പേടിച്ച് വെളിച്ചെണ്ണ എടുക്കാതെ ഉഴുന്നെടുത്തു ഗൈസ്. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഞങ്ങളൊരു പുട്ട് ഫാമിലി ആയതുകൊണ്ട് തന്നെ പുട്ടുണ്ടാക്കാനായിട്ടുള്ള സാധനം ഞങ്ങൾ ആദ്യം എടുക്കാറുള്ളൂ. ഗോതമ്പ് പുട്ടുണ്ടാക്കാനുള്ള ഗോതമ്പ്, അരിപ്പുട്ടുണ്ടാക്കാനുള്ള അരിപ്പൊടി, റവ പുട്ടുണ്ടാക്കേണ്ട റവ, ചോളപ്പുട്ടുണ്ടാക്കേണ്ട ചോളപ്പൊടി, ഇതൊക്കെ ഞങ്ങൾ ആദ്യം എടുക്കും ഗൈസ്. ഏഷ്യാനെറ്റിലെ സീരിയൽ തിങ്കൾ മുതൽ ശനി വരെ ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിലെ പുട്ടിൻ്റെ കഥ തിങ്കൾ മുതൽ ഞായർ വരെയാണ്. ഞാനും കല്യാണിയും കൂടെ സാധനം മേടിക്കണം ഗൈസ്. ടേസ്റ്റ് എടുത്തു ഗൈസ്. ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ തിരിച്ചു വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഫ്രീ കിട്ടിയ സാധനം കൊള്ളത്തില്ല ഗൈസ്. എനർജി ഡ്രിങ്കാ, ഒരു കാശിനും കൊള്ളത്തില്ല, താഴെ പോയിട്ടുണ്ട്. ഇത് കളയുവാണ് എന്നും പറഞ്ഞാൽ ആരും ഇത് മേടിച്ച് കുടിക്കല്ലോ, ഞങ്ങളെപ്പോലെ കളയുവാണേ ഗൈസ്. കാറിലോട്ട് എല്ലാം പറക്കി കയറ്റുന്ന ഞങ്ങളുടെ വിശ്വച്ചേട്ടൻ. ഇവിടെ വെറുതെ വായി നോക്കിയിരിക്കുന്ന ഞങ്ങൾ 3 പേരും. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. കുഞ്ഞിപ്പെണ്ണ്, ഇത് കല്യാണി, ഇരിക്കുന്ന വിശ്വചേട്ടൻ. ഇതാണ് കൊച്ചി യൂട്യൂബർ. ആധികാരികമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വചേട്ടൻ ലാസ്റ്റ് മന്തിയിൽ അവസാനിക്കും. ഇപ്പൊ പറയും ബീഫ് മന്തി. ചേട്ടൻ അത് അരിച്ചു പറക്കി വായിച്ചിട്ട് ലാസ്റ്റ് ബീഫ് മന്തിയിൽ അവസാനിക്കും. ഞങ്ങളിതത്ര കണ്ടിരിക്കുന്നു. ഇനി കടയുടെ ഇൻറ്റീരിയർ വർക്കിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതി കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും കടക്കാരൻ ചേട്ടൻ സലാഡ് കൊണ്ടുവന്നു ഗൈസ്. തൊട്ട് പുറകെ മന്തിയും കൊണ്ടുവന്നു ഗൈസ്. പിന്നെ ഒന്നും നോക്കില്ല, വിഷ്ണു ചേട്ടൻ ഞങ്ങൾക്ക് 3 പേർക്കും വിളമ്പി തന്ന്, അല്ല ഞങ്ങൾക്ക് 2 പേർക്കും വിളമ്പി തന്ന് വിഷ്ണു ചേട്ടനും വിളമ്പി കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു ഗൈസ്. വീട്ടിലേക്ക് പോകുന്ന വഴി പാലത്തിൻ്റെ അടുക്ക് ആൾക്കൂട്ടം, കൂടെ ഒരു ഐസ്ക്രീംകാരൻ ചേട്ടനും. പിന്നെ ഒന്നും നോക്കില്ല, വണ്ടി നിർത്തി ഐസ്ക്രീമും മേടിച്ച് ഐസ്ക്രീമും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു.